ചെറുപ്പക്കാരാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ടടാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ടടാ. ആർക്കാണ് 2 സ്വർഗം കിട്ടുന്നതെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. പടച്ചവനെ തെറ്റു ചെയ്യാൻ അവസരമുണ്ടായി, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്തിൽ കയറി പിടിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവള് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ എന്റെ കൂടെ വാടാ, എന്റെ കൂടെ നടക്കണ, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം നിനക്ക് തരുമ്പോ അവനോട് പറയണം എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്, ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാണ്. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 വഖത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് 5 വഖത്തും പള്ളിയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഉമർ തങ്ങൾക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ബാങ്ക് വിളിച്ചതിന് ശേഷം വരുന്നവനല്ല, ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ എന്നും പള്ളിയിൽ വരുമ്പോ ആ വരുന്ന വഴിയിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് ഇവനോട് വല്ലാത്ത പ്രേമമാണ്, വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്തിട്ടും ഈ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ല. പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അവൾക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ്, എന്ത് ചെയ്തിട്ടും ഇവൻ വഴങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ ചെറുപ്പക്കാരന് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ ഇടയിൽ ഇവള് പതുങ്ങി നിൽക്കുകയാണ്. ഈന്തപ്പന മരങ്ങളുടെ നടുവിൽ പതുങ്ങി നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ആ ചെറുപ്പക്കാരന്റെ കൈകാല് പിടിച്ചിട്ട് എനിക്കൊരു ചുംബനം തരുമോ എന്ന് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണ് കിടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കൺതടങ്ങൾ നിറയുകയാണ്. അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഈ ചെറുപ്പക്കാരൻ കരയുകയാണ്. അതാ ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആരുമില്ലാത്ത ഒരു വഴിയിൽ വെച്ചുകൊണ്ട് ഒരു ചുംബനം ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീടുകയാ. പടച്ചവനെ, പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ വഴിയോരത്ത് കിടക്കുകയാണ്. അവസാനം യാത്രക്കാരെ കാണുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവസാനം ബോധം വന്നപ്പോ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രായം ചെന്ന പിതാവിനോട് പറയുകയാ, വാപ്പാ, ഖസറ ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയി, ഞാൻ വ്യഭിചാരിയായി, എന്റെ ശരീരത്തൊരു പെണ്ണ് കേറി പിടിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി, ഞാൻ നരകത്തിന്റെ അവകാശിയായി. ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. പിതാവ് പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റ് ചെയ്തില്ല, എന്റെ പൊന്നുമോന് തെറ്റ് ചെയ്തില്ല, അവൾ ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ, നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്. വാപ്പ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പൊന്നുമകന് കേൾക്കുന്നില്ല. പടച്ചവനെ, തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ നരകത്തിലാണല്ലോ. വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവന്റെ കരച്ചിൽ തീരുന്നില്ല. ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവി
ജീവിക്കുന്നവനാ, നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. വാപ്പയല്ലേ പറയുന്നത് നീ നിരപരാധിയാണ്. ആ പൊന്നുമകൻ ഉപ്പയോട് പറയുകയാണ്, ഖലീഫ ഉമറിനോട് ചെന്ന് ചോദിക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. തന്റെ പൊന്നാര മകന് നെഞ്ചുപൊട്ടിയിട്ട് കരയുന്നത് കണ്ടപ്പോ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പൊന്നുമോന്റെ കാര്യം മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയാ. വാപ്പയ്ക്ക് സമാധാനമായി തന്റെ പൊന്നുമകനോട് ഇത് പറയാൻ ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പേടിച്ചു മരിച്ചു പോയടോ. ആ ചെറുപ്പക്കാരൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, തെറ്റു ചെയ്തു പോയോ? എന്റെ ഭാഗത്ത് തെറ്റു വന്നു പോയോ? ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓതിയ ആയത്താ, മോനെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് 2 സ്വർഗമാ മോനെ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, എടോ, ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, കള്ളു കുടിക്കാൻ ചാൻസ് ഉണ്ടായി, ആരുമില്ല, ആരും അറിയില്ല, കുടിക്കാൻ ചാൻസ് ഉണ്ട്, ആ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരുമില്ല, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പെണ്ണ്, ആരുമില്ലാത്ത ഒരു സാഹചര്യം ഒരുക്കിയിട്ട് പറഞ്ഞു, വാ നമുക്ക് അടിച്ചു പൊളിക്കാം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ, എനിക്ക് പടച്ചവനെ പേടിയാ എന്ന് പറയാൻ കഴിഞ്ഞാൽ അവന് 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിനെ ഭയക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പടച്ചവനെ ഭയന്ന് വേണം ജീവിക്കാൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോഴാ അല്ലാഹു നല്ല മരണം തരുന്നത്. അപ്പോഴാണ് പടച്ചവൻ നല്ല മരണം തരിക. ആരാ മഹാൻ എന്ന് പറഞ്ഞ് ചുമ്മാതെ വിളിച്ചിരുത്തിയിട്ട് മഹാന എന്ന് പറഞ്ഞ മഹാനാവൂല. അത് തഴമ്പും താടിയിലൊന്നും കാര്യമില്ല, വാല് പറഞ്ഞെന്ന് പറഞ്ഞും കാര്യമില്ല. അല്ലാഹു നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നൽകുമാറാകട്ടെ, അല്ലാഹു ഭയം നൽകുമാറാകട്ടെ. ഇത്രയും നീളമുള്ള താടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വലിയ മഹാനാവോ? ഇന്ന് കഞ്ചാവ് അടിച്ച് കിടക്കുന്നവന് ഇത്രയും താടിയുണ്ട്, ഉസ്താദന്മാർക്ക് പോലും ഇല്ല അത്രയും താടി. ഇത്രയും താടിയും വലിച്ച് കഞ്ചാവ് അടിച്ച് കിടക്കുന്നവനില്ലേ? എടോ, ചിലപ്പോ എന്തെല്ലാം കാണും, കോലങ്ങൾ കൊണ്ടല്ലടോ. അല്ലാഹ് ആരാ മഹാൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനൊരു ഉദാഹരണം പറയാം, മഹാൻ ആരാണെന്ന്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പറയുന്നത്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ആർക്ക് വേണമെങ്കിലും ചരിത്രം എടുത്ത് വായിച്ചു നോക്കാം. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണം അടുത്തെന്ന്. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. മരണം അടുത്തു എന്ന് മനസ്സിലായപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കുളിച്ചു ഒരുങ്ങി റെഡിയായി നേരെ റൂമിനകത്ത് വന്ന് കിടന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് വാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുകയാ, എനിക്ക് പോകാൻ സമയമായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, വസിയത്തുകൾ പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. അങ്ങനെ ഒരുപാട് നേരം ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം സംസാരിച്ചു. ആ സംസാരമെല്ലാം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഭാര്യയോട് ചോദിക്കുകയാ, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ഇരുന്ന് കരയുകയാ. കാരണം ഭർത്താവിന്റെ അവസാന സമയമാണ്, മരണത്തിന്റെ സമയമാണ്. എന്തു പറയാനാണ്? പടച്ചവനെ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, പറയാൻ
പറയാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. ഈ റൂമിനകത്ത് നിന്ന് നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്. നിങ്ങളുടെ അവസാന സമയമാണ്, നിങ്ങളുടെ അവസാന സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്നെ പുറത്താക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവര്, പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരാൻ പോകുകയാ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. എന്നെ കാണാൻ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങു ഫാത്തിമ. പടച്ചവനെ, മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടയ്ക്കുകയാ. ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഭാര്യ റൂമിന്റെ പുറത്ത് നിന്ന് കരയുകയാണ്. മനസ്സിന് സമാധാനമില്ലടോ, മനസ്സിന് സമാധാനമില്ലടോ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ടെൻഷനാണ്. ആരാ? അല്ലാഹ്. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ? അല്ലാഹ്. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി പെങ്ങള് വീടിന്റെ പഴുതിലൂടെ, ആ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതെന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറയുകയാ. വാസിറായിലേ, മർഹബാ മർഹബാ, അവിടുന്ന് സ്വീകരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടം നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ അവിടുന്ന് നോക്കുകയാ. തന്റെ ഭർത്താവ് രണ്ടാമതായി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ചെറുപ്പക്കാരാ, മോനെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്ത്. ഏതായത്താ മരിക്കുന്ന സമയത്ത് പാരായണം ചെയ്തതെന്നറിയുമോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ കണ്ണ് തള്ളുകയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അവിടെ നിന്ന് ഓതുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറയുകയാ. പിന്നെ റൂമിനകത്ത് അനക്കമില്ല. പിന്നെ
റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. ഭർത്താവിന്റെ ബെഡ്റൂം തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, റൂം മുഴുവനും സുഗന്ധമാണ്. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ആ റൂം മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട്, പ്രകാശമുള്ള മുഖത്തോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞ് കിടക്കുകയാണ്. പടച്ചവനെ, നാട് മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. എല്ലാവരും ഓടിക്കൂടുകയാണ്. മയ്യത്ത് കണ്ടവര് മുഴുവനും പറയുകയാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്തൊരു മരണമാല്ലോ, എന്തൊരു മരണമാല്ലോ. മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും നിസ്കരിച്ചവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു, വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് ജനത വന്നതെന്നറിയില്ല, എവിടെ നിന്നാണ് ജനങ്ങൾ വന്നതെന്നറിയില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ നമസ്കാരത്തിന് പടച്ചവനെ 10,000 പങ്കെടുക്കുകയാണ്. അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാ. കബറടക്കി കഴിയുമ്പോ പള്ളിയും പരിസരം മുഴുവനും ചർച്ചയാവുകയാ. വന്നവര് മുഴുവനും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും പറയുന്നത്, മരിച്ചപ്പോൾ അസ്റായിലിനോട് സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ ഓതി, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. വല്ലാത്ത പ്രകാശമായിരുന്നു, ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്തടക്കിയിട്ട് ഒരു മനുഷ്യനും പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും നല്ലത് പറയുന്നു, എല്ലാവരും പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. കേൾക്കുന്നവർക്ക് മുഴുവനും അത്ഭുതം തോന്നുകയാ, കേൾക്കുന്നവർക്ക് മുഴുവനും കൊതി തോന്നുകയാ. എന്ത് ചെയ്തെന്നറിയോ? ആ ജനാസ കബറടക്കിയിട്ട് വന്നവര് മുഴുവനും നേരെ മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് തന്നെ പോയടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ആ മയ്യത്ത് കബറടക്കാൻ വന്നവര് മുഴുവനും ഒരുമിച്ച് പോവുകയാണ്. ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അവര് ചോദിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ, നീ ദുഃഖത്തിലാണെന്നറിയാം ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം ഫാത്തിമ, നീ യുദ്ധയിരിക്കുകയാണെന്നറിയാം ഫാത്തിമ. നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല, നിന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താൻ വന്നതല്ല. പിന്നെ ഈ ജനങ്ങൾ മുഴുവനും നിന്റെ വീടിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനെന്നറിയോ ഫാത്തിമ? ഒരേ ഒരു കാര്യം പറഞ്ഞു തരുമോ ഫാത്തിമ? ഒരേ ഒരു കാര്യം ചോദിക്കാനാണ് ഞങ്ങൾക്ക്. ഒരേ ഒരു ഉത്തരമാണ് വേണ്ടത്, ഒരേ ഒരു ഉത്തരമാണ് വേണ്ടത്. വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങൾ പറയുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, അസ്റായിലിനെ സ്വീകരിച്ചല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളതെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ഓതിയല്ലോ ഫാത്തിമ. നിന്റെ ഭർത്താവ് ശഹാദത്ത് കലിമ പറയുന്നത് പലരും കേട്ടു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, നിന്റെ ഭർത്താവ് ചിരിക്കുകയായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഈ നാട് കാണാത്ത ജനങ്ങൾ നിന്റെ ഭർത്താവിനെ കബറടക്കാൻ വന്നല്ലോ ഫാത്തിമ. ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ.
ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതിന് ഞങ്ങൾ എന്ത് നന്മയാ ചെയ്യേണ്ടത്? നിന്റെ ഭർത്താവ് ചെയ്ത നന്മ അറിയാമെന്നതാണ്. നിന്റെ ഭർത്താവ് ചെയ്ത നന്മ അറിയാമെന്നതാണ്. എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആണയിട്ടിട്ട് പറയുകയാ, സത്യം ചെയ്തിട്ട് പറയുകയാ. എന്നിട്ട് മഹ്ദി പറഞ്ഞ ഉദാഹരണം എന്തെന്നറിയുമോ? റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ ഫാത്തിമ അല്ലാ എന്നൊന്നു പറഞ്ഞു, ഫാത്തിമ അല്ലാ എന്നൊന്നു പറഞ്ഞു. സുമ്മ യബ്കീ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാ. ഹത്താ യുസ്ബിഹ. നരകം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, മസറ പറഞ്ഞപ്പോഴല്ല, ഹിസാബ് പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്നു പറഞ്ഞപ്പോ, അല്ലാഹ് എന്നൊന്നു പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവിരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോ ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഒരു അടിമയുടെ മുമ്പിൽ പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുങ്ങുകയാണ്, അവന്റെ കൺതടങ്ങൾ നിറയുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവന് പശ്ചാത്തപിച്ച് തവക്കൽ ചെയ്തുകൊണ്ട് മടങ്ങുന്നവനാണ്. അവനാണ് മുഹ്ബത്തീങ്ങൾ. ആ മുഹ്ബത്തീങ്ങൾക്കുള്ള ഗുണമാണ്, അവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. ഉലൈക അസ്ഹാബുൽ ജന്നah ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹനെ കുറിച്ച് പറഞ്ഞു. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന മരണം. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആരുടെ കുടുംബത്തിൽ ജനിച്ചാണെന്നറിയോ? നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ അനുയായികളുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ,
തന്റെ ജനതയുടെ പ്രശ്നം എന്താണെന്നറിയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ്. ഉമർ തങ്ങൾ ആ വീടിന്റെ പരിസരത്ത് കൂടെ പോകുമ്പോ വീടിനകത്ത് ബഹളം നടക്കുന്നു. എന്താ ബഹളം? ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം ഒഴിക്കാൻ. ഉമ്മ മകളോട് പറയുകയാ പാലിനകത്ത് വെള്ളം കലർത്തിയിട്ട് വിൽക്കാൻ. അപ്പൊ മകള് പറഞ്ഞു, ഇത് ചതിയ, ഇത് പാപമാ, ഞാൻ ചെയ്യൂല. ഉമ്മ നിർബന്ധിക്കുകയാ, നിന്നോട് പാലിൽ വെള്ളം ഒഴിക്കാനാ പറഞ്ഞ, ഒഴിക്കടി. ഉമ്മയാ പറയണത്. അപ്പൊ ആ മകൾ ഉമ്മാനോട് പറയാ, ഉമ്മ, ഉമറാ രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാ. ഉമർ എങ്ങാണ് ഇത് അറിഞ്ഞ വെറുതെ വിടത്തില്ല നമ്മളെ. അപ്പൊ ഉമ്മ മോളോട് പറയാ, ഉമർ വീട്ടിൽ കിടന്നുറങ്ങാ, എങ്ങനെ കാണാനാ? നമ്മൾ വീടിനകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ? ആ ചങ്ങാതി കിടന്ന് ഉറങ്ങുമായിരിക്കും, നീ വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ മകൾ ഉമ്മാനോട് പറയാ, ഉമ്മ, ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ അറിയുന്നില്ലായിരിക്കും നമ്മൾ പാലിൽ വെള്ളം കലർത്തുന്നത്, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. ആ മകൾ ഉമ്മാനോട് പറയാ, ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട്, പടച്ച റബ്ബ് ഉറങ്ങുന്നില്ല ഉമ്മ, ഞാൻ ചെയ്യൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ ഈ ഒരു വാക്ക് കേട്ടപ്പോ. ഉമർ തങ്ങൾ വീട്ടിൽ പോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെൺകുട്ടി ആരാണെന്ന് പോയി നോക്കാൻ. ആ വീട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരാള്, അങ്ങനെ ഉമർ തങ്ങൾ പറഞ്ഞു വിട്ടു. ചെന്ന് അന്വേഷിച്ചു. ആ വീട്ടിൽ പോകുമ്പോ ആ പെൺകുട്ടി ഒരു യതീമാ, വാപ്പ ഇല്ലാത്ത കുട്ടിയാ, വാപ്പ മരണപ്പെട്ടു പോയി, യതീമാണ്. ആ കുടുംബം ഉമ്മയും നല്ല ഉമ്മയാ. പിന്നെ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞത്? അവർക്കാകെ ജീവിത മാർഗമായിട്ട് ലുലുമാളൊന്നും ഇല്ലടോ, ഒരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൊടുക്കും, അത് കിട്ടുന്ന പൈസ കൊണ്ടാ വീട്ടുകാർ കഴിയുന്നത്. അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടിയേ. ഉമ്മ പറഞ്ഞു, മോളെ, ഒരിത്തിരി വെള്ളം കലർത്തി കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, എത്ര ദിവസമായി നമ്മൾ പട്ടിണി കിടക്കുന്നു. അപ്പോഴാ ഉമ്മായോട് ആ മകള് പറയുന്നത്, അല്ലാഹ് കാണുന്നുണ്ടെന്ന്. ഉമർ തങ്ങൾ ഈ സംഭവം അറിഞ്ഞു. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് തന്റെ മക്കളെ വിളിച്ചു. 2 ആൺകുട്ടികളുണ്ട്. തന്റെ ആൺമക്കളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. സൗന്ദര്യമോ സമ്പത്തോ കുടുംബ മഹിമയോ കൊട്ടാരോ ഒന്നുമില്ല. പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹ് ഉണ്ട്. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാപ്പ പറയാ, എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റൂല, പ്രായമായതുകൊണ്ട് എനിക്ക് പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ആ മോൾക്കൊരു ജീവിതം കൊടുക്കാൻ? ഖലീഫയായ ഉമർ തങ്ങൾ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, തന്റെ മക്കളോട് ചോദിക്കുകയാ, ആ പെണ്ണിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ട്, ആരാ കെട്ടാൻ തയ്യാറ്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പ. പണവോ സൗന്ദര്യമോ തറവാടോ കൊട്ടാരോ ഒന്നുമല്ല, ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടോ, എനിക്ക് വേണം. തേങ്ങ വീണതല്ല, വെള്ളയ്ക്ക് വീണതാ, കുഴപ്പമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉമർ തങ്ങളുടെ മകൻ പറയാ, എനിക്ക് പണമല്ല വേണ്ടേ, തറവാടല്ല വേണ്ട, കൊട്ടാരമല്ല വേണ്ട, എനിക്ക് വേണ്ടത് അല്ലാഹ് ഉണ്ടല്ലോ ഹൃദയത്തില്, എനിക്ക് വേണം. ആ പെൺകുട്ടിയുടെ കുടുംബത്തിലാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണിന്റെ മകന്റെ, ആ കുട്ടിയുടെ, ആ പെണ്ണിന്റെ മകളുടെ മകനാണ് ആര്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഇതാണ് കണക്റ്റിംഗ്. അല്ലാഹുവിനെ ഭയം ഇന്ന് ഇല്ലടോ. അന്നത്തെ കള്ളുകുടിയന് വരെ വിവരം ഉണ്ടായിരുന്നു. അന്നത്തെ കള്ളുകുടിയന്മാർക്ക് തന്നെ അള്ളാനെ പേടിയുണ്ടായിരുന്നു. ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് പാട്ട് പാടുക വീടിനകത്ത്. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടും. അപ്പൊ വീടിനകത്ത് ഇരുന്ന് കള്ളു കുടിച്ചിട്ട് ഓനിങ്ങനെ പാട്ട് പാടാ. ഉമർ തങ്ങൾ പടച്ചവനെ ഒന്നും നോക്കിയില്ല, ചാടി കയറി അങ്ങ് പോയി. വീടിനകത്ത് നിന്ന് വാതിൽ ചവിട്ടി തുറന്നു. കള്ളുകുടിയന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവനെ ഉമറാ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. ഖലീഫ ഉമറാണ് മുമ്പിൽ നിൽക്കുന്നത്, വെറുതെ വിടൂല. പക്ഷെ ആ കള്ളുകുടിയൻ ഉമർ തങ്ങളോട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാ, കള്ളു കുടിച്ചത് പാപവാ, കള്ളു കുടിച്ചത് പാപവാ, ഞാൻ ചെയ്തത് തെറ്റ്. പക്ഷെ ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 തെറ്റ് ചെയ്തു ഉമറേ. ആ കള്ളുകുടിയൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ കള്ളു കുടിച്ചു, ശരി തന്നെ, പാപവാ, സമ്മതിച്ചു. പക്ഷെ ഞാൻ കള്ളു കുടിച്ചെന്നൊരു പാപം ചെയ്തുള്ളൂ. നീ എത്ര എണ്ണം ചെയ്തു? 3 എണ്ണം ചെയ്തു. 1, എന്റെ വീടിന്റെ മതില് ചാടി. ഉമർ തങ്ങൾ വീടിന്റെ മതില് ചാടി. 2, എന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. 3, അനുവാദമില്ലാതെ എന്റെ വീടിനകത്ത് കയറി. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ.
ആ കള്ളുകുടിയൻ ഉമർ തങ്ങളോട് പറയാ, നിങ്ങൾ ഒന്നെന്റെ വീട്ടിലേക്ക് മതില് ചാടി പാടില്ല, ഒളിഞ്ഞു നോക്കാൻ പാടില്ല, അനുവാദമില്ലാതെ വീടിനകത്ത് കയറാൻ പാടില്ല. നിങ്ങളോ ഇത് മൂന്നും ചെയ്ത് ഉമർ തങ്ങളുടെ കൺതടങ്ങൾ നിറഞ്ഞു പോയടോ. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് എന്ന് പറയുമ്പോ ആർക്കാണോ ഒരു ഭയമുള്ളത് അവനാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അള്ളാഹിനെ കുറിച്ചാണ്. ഇന്ന് അറിവില്ലാതെ പോയത് അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹ് ആരാണെന്ന് ചോദിച്ച ഒരു അമുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ആരാ അള്ളാഹ്? നമ്മൾ പറയും, നമ്മളെ പടച്ചത് അള്ളാഹ്, ഭക്ഷണം തരുന്ന അള്ളാഹ്, മരിപ്പിക്കുന്നവൻ അള്ളാഹ്, അത്രയേ ഉള്ളൂ അള്ളാഹ് തന്നെ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വഴുത് തീരും. നമുക്ക് അള്ളാഹയെ കുറിച്ചുള്ള അറിവിതാ, അതല്ല അറിവ്. പഠിക്കണം അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ ഒന്നാമത്തെ ആൾക്ക് ഉണ്ടാകുന്ന സ്വഭാവം, അവൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ടാകും. അള്ളാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? പിന്നെ എന്തിനാ വാച്ചി നോക്കുന്നേ? ചില ആൾക്കാർ വാച്ചിൽ നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. സിറാജ 10 മണിയായെന്നാണോ? അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിർത്താറായ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു ഇത്തിരി നേരം കൂടെ ഞാൻ പ്രസംഗിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? പിരിവൊന്നും ഇല്ലല്ലോ, പിരിവൊന്നും ഇല്ലല്ലോ. എന്ത് പിരിക്കാനാ? പിരിവൊക്കെ എന്തിനാ? അപ്പൊ വലിയ കോടീശ്വരന്മാരുള്ളപ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്ത് നൽകുമാറാകട്ടെ. ഭക്ഷണമൊക്കെ ഇല്ലേടാ മക്കളെ? ഭക്ഷണമൊക്കെ ഇല്ലേ? നിങ്ങളെന്താ ബേജാറാവണേ? അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ഈ മക്കളെ സ്നേഹിച്ചോ, ഈ മക്കളുടെ കൂടെ കൂടിക്കോ. അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? ആർക്കെങ്കിലും വേണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മരണം കേട്ടപ്പോ ഒരാഗ്രഹം തോന്നുന്നില്ലേ, ഒരു നല്ല മരണം വേണോ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈവക്കിയോ, ആ കൈവക്കിയവൻ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് സ്വർഗം കണ്ട് സംസം വെള്ളം കുടിച്ച് പടച്ചവനെ തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ആ കൈവക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈവക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. എന്താ അതിനൊരു മടി? ഞാൻ സ്വർണം ചോദിച്ചില്ല, നിനക്ക് ഈമാനുള്ള ഒരു മരണം വേണോന്ന് ചോദിച്ചപ്പോ മതകളകുന്ന ആന വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നുകൂടെ കൈപൊക്കിക്കേ. വേണോന്ന് വെച്ച ചക്ക വേരിലും കായ്ക്കില്ലേ? അൽഹംദുലില്ലാഹ് അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം കിട്ടണമെങ്കിൽ പൈസയുടെ ചെലവ് വല്ലതും ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ കൂട്. പൈസയുടെ ചെലവ് വല്ലതും ഉണ്ടോ? 5 പൈസ കൊടുക്കണ്ട നല്ല മരണം വേണമെങ്കിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണമെങ്കിൽ പൈസ വല്ലതും കൊടുക്കണോ? വേണ്ട. കഷ്ടപ്പെടണോ? ഉറക്കം ഒഴിയണോ? ഒന്നും വേണ്ട. അള്ളാഹു പറയുന്നു, ആർക്കാ വേണ്ടത് ഞാൻ തരാം. അള്ളാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത് ഞാൻ തരാം. നീക്ക് പൈസ ഒന്നും തരണ്ട, നീ തലകുത്തി ഒന്നും അറിയണ്ട, കഷ്ടപ്പെടണ്ട. നല്ല മരണം വേണോ? ഞാൻ തരാം. പക്ഷെ ഒരേ ഒരു നന്മ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? ഒരേ ഒരു നല്ല കാര്യം ചെയ്താൽ. പിരിവിനൊന്നും അല്ല, പേടിക്കണ്ട. അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, പൈസ വേണ്ട. ഒരേ ഒരു നന്മ ചെയ്താൽ അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു ആ ഒരു നന്മ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്തൂടെ? ഞാൻ ആദ്യമേ പറഞ്ഞ പൈസ പരിപാടിയല്ല, കഷ്ടപ്പാടില്ലാത്ത പരിപാടിയാ. ഒറ്റ ഒരു നന്മ ചെയ്ത അള്ളാഹു നിനക്ക് നല്ല മരണം തരും. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ.
മുത്തല്ലിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്നിട്ട് പുറകിലുള്ളവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, അപ്പൊ കുഴപ്പമില്ല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്താ ചെയ്യണ്ട? ഇത്തിരി വെള്ളം കിട്ടുമോ ഉസ്താദെ? ഒന്ന് വാ ഉസ്താദെ, ഇങ്ങോട്ട് വാ. ഇങ്ങ് ചങ്ങായി മലപ്പുറം കാരണം എവിടെ ഇരിക്കും? വാ, 10 വട്ടം ഫോൺ വിളിച്ച ആൾ അവിടെ ഇരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്താ കാക്കാമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക? നിങ്ങൾക്ക് ഒന്നും വേണ്ടേ? നല്ല ഈ മേക്ക് സെറ്റ് ആരാ? നിനക്കിതൊന്നും വേണ്ടേ? കേറി ഇട ചങ്ങാതി, നിന്റെ കാര്യം നോക്കിക്കോ. മേക്ക് സെറ്റുകാരനും വാത് വെക്കണോ? വഴല് മാത്രമേ ഉള്ളൂടോ, പറയുന്നവനും ഇല്ല, കേൾക്കുന്നവനും ഇല്ല. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. വഴല് പറഞ്ഞിട്ട് ഇപ്പൊ നന്നാവാനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പറയുന്നവനുണ്ടോ? ഒന്നുമില്ല. വഴല് കെട്ടിട്ട് നന്നാവാനായിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ എന്നെ സ്വർഗത്തിൽ പോയാനെ. ആലോചിക്കുക, നേരം വെളുത്ത പാതിരാത്രി 12 മണി വരെ വഴല. പണ്ട് വഴല് കേൾക്കണമെങ്കിൽ എവിടെ പോകണം? വല്ല പള്ളിയിലോ സ്ഥാപനങ്ങളിലോ വർഷത്തിൽ ഒരിക്കൽ വഴല് വെക്കം കേൾക്കാൻ പോകാം, അത്രേ ഉള്ളൂ. ഇപ്പോഴോ നേരം വെളുത്താ തുടങ്ങും. ഓൺലൈൻ കാലവാ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ കോഴിക്കോട് രാമനാട്ടുകരയിൽ ഒരിക്കൽ വഴലിന് പോയപ്പോ ഒരു വാപ്പ എന്നോട് ചോദിച്ചു, നിങ്ങളാ പ്രസംഗിക്കണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞ അതെ. എന്റെ പൊന്നാര ഉസ്താദ്, വഴല് പറയുമ്പോ ഒരു കാര്യം പറയണം. ആ വാപ്പ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകും. നടന്നാ പോകുന്നത്, പ്രതിഫലം കൂടുതലാ നടക്കുന്നതിന്. വാപ്പ 4 മണിക്ക് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് കുറച്ചു നേരം പള്ളിയിലിരുന്ന് ഹജ്ജ് ചെയ്ത കൂലിയും വാങ്ങിച്ചിട്ടാ തിരിച്ച് വീട്ടിൽ വരുന്നത്. ഈ വാപ്പ ഒരു 6 മണിയെല്ലാം കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ പെണ്ണെ, ഒരിത്തിരി ചായ തരാം, ഇത്തിരി ചായ തരാം. അപ്പൊ ഭാര്യ പറയാ, ഞാൻ വഴല് കേട്ടോണ്ടിരിക്കാന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യ പറഞ്ഞ മറുപടി എന്താ? ഞാൻ വഴല് കേട്ടോണ്ടിരിക്കാന്ന്. ഇതാ വഴല്. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ നീ വഴലൊക്കെ കേട്ടിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ ആയിപ്പോയുടെ ഇന്ന് വഴലൊക്കെ. പണ്ട് എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ, നിങ്ങളുടെ വഴല് കെട്ടിട്ടാ ഉറങ്ങണേന്ന്. സത്യം പറഞ്ഞാൽ അവൻ പറയുമ്പോ എന്റെ നെഞ്ചത്ത് എനിക്ക് കൊള്ളണത്, നെഞ്ചത്ത് കുത്തുന്ന പോലെ പറയണത്. എന്താ പറയണേ? നിങ്ങളുടെ വഴല് കെട്ടിട്ടാ ഉറങ്ങണേന്ന്. പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇപ്പൊ വഴല് കേട്ടിട്ട് ഉറങ്ങുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ ആയി മാറി. വഴല് കേൾക്കലില്ല താത്താമാരെ. ആദ്യം അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. പണ്ട് ഉസ്താദിന്റെ അടുക്ക പോണം, ഒരു ചരട് ഓത അല്ലേ? ഇത്തിരി വെള്ളം ഓതണമെങ്കിൽ എവിടെ പോണം? ഉസ്താദെ, കുഞ്ഞിന് സുഖമില്ല, ഇത്തിരി വെള്ളം ഓതിത്ത, ഒരു ചരട് ഓതിത്ത. ഇപ്പൊ താത്താമാര് തന്നെ ഓതാൻ തുടങ്ങിയതാ. എനിക്കറിയുന്നൊരു വീട്ടിൽ ഞാൻ പോയപ്പോ ഒരു താത്ത ഓടി വന്നിട്ട് ചോദിക്കുന്നു, ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ഓതിയ വെള്ളം തരാൻ. ഈ താത്ത അകത്ത് പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. ഞാൻ ചോദിച്ചു എന്താണ്? അത് ഓൺലൈനിൽ ഇരുന്ന് ഓതിയതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. താത്ത ഇങ്ങനെ. ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല. എവിടെ എത്തിയടോ ഉമ്മത്ത്, എവിടെ എത്തി സഹോദര ഉമ്മത്ത്? എടാ, ഞാൻ ചോദിക്കുന്നത് വയല് കേൾക്കുന്നതിനെ വിമർശിച്ചതോ കളിയാക്കിയതോ ഒന്നുമല്ല. ഞാൻ വയല് കേൾക്കാൻ വരുമ്പോ ഒരു ഇപ്പം നോക്കി എല്ലാം ഫർദയിട്ട് തലയിൽ തുണിയിട്ട് അതവ് മര്യാദയോടുകൂടി ഇരുന്ന് കേൾക്കുന്നു. വീട്ടിൽ ചെന്നാലോ രാവിലെ ഇതങ്ങോട്ട് ഓണാക്കി അടുക്കളയെ വെക്കും, മീനും വെട്ടി ചോറും വെച്ച് കറിയും വെച്ച് നടക്കും. വയല് അവിടെ നടക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാക്കുന്നതിന് തുല്യവാ. എവിടെയെങ്കിലും ഇരുന്ന് കേക്ക്. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സിറാജെ, നീയും വഴുതല്ലേ പറയണേന്ന്. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനാണെന്ന് ആരാ പറഞ്ഞേ? അള്ളാണ് ഞാൻ വഴുതു പറയണത്, നിങ്ങളാരെയും നന്നാക്കാനല്ല. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ആമീൻ പറയടോ. ആരുടെ ആമീന് അല്ല കേൾക്കണമെന്നറിയത്തില്ല. 40 പേര് കൂടുതലുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ചുമലി കിടക്കുന്ന ഷാള് കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളാണോ കഴുകുന്നവന്റെ കൈയാണോ? അതിനാരാ തുണി കഴുകുന്നതല്ലേ? എല്ലാം വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകല്ലേ? ഇവിടെ തുണി കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കയ്യാ, പിന്നെ തുണി വെളുക്കും. അള്ളാഹു എന്റെ ഹൃദയം വെളുപ്പിച്ചു തരുമാറാകട്ടെ. കൂടെ കൂടിക്കോ, നിങ്ങളുടെയും അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. ഒറ്റ ഒരു നന്മ പറഞ്ഞു തരാം. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 2 പ്രതിഫലം ഞാൻ തരും. എത്ര പ്രതിഫലം?
2 പ്രതിഫലം. ഒന്ന്, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് തരും? കാന. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? അല്ല തരും. നീ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. 2, നിനക്ക് നല്ല മരണം തരാം. നീ ചെയ്യേണ്ട നന്മ എന്താ? ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണം, ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ആയത്താ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, സൂറത്ത് ത്വാഹ.